നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തുമാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. ആവശ്യങ്ങൾക്ക് മാത്രമാകരുത് ബന്ധങ്ങൾ, മനുഷ്യനോടായാലും ദൈവത്തോടായാലും. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നാം ജീവിച്ചു പഠിക്കും. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്നു നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാവുമ്പോൾ കണ്ണിൽ കുരുങ്ങും. കൂടെ ഉള്ളതിൻ്റെ വില അറിയണമെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അതൊന്ന് നഷ്ടപ്പെടണം. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്: അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിക്കുമെന്ന്. ജീവിതം ആസ്വദിക്കാൻ ചെലവില്ല. ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് ചെലവ്. നിങ്ങളെക്കുറിച്ച് ആരോടും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടമില്ലാത്തവരത് വിശ്വസിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ സ്വന്തം ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക: അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തമായിരിക്കും. അവസ്ഥ മോശമാണെങ്കിൽ ആരും കൂടെ ഉണ്ടാകില്ല. ഇടയ്ക്കൊക്കെ വന്ന് സുഖയല്ലേ നിനക്കെന്ന് ചോദിക്കാനും കുറച്ച് ദിവസം കണ്ടില്ലെങ്കിൽ നീ ചത്തോ എന്ന് ചോദിച്ചു വരാനും കുറച്ച് പേരുള്ളത് ഒരിതാണ്. അറിഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്തവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആരും വെറുതെ കടന്നു വരില്ല എന്നത് ഒരു സത്യമാണ്. ചിലർ നമ്മുടെ മുറിവിൽ തേൻ പുരട്ടുന്നവരാകും, മറ്റു ചിലർ പുതിയ മുറിവുകൾ സമ്മാനിക്കുന്നവരും. കടന്നുപോയ ദിനങ്ങൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, കഴിഞ്ഞുപോയ സമയം, വേദനിപ്പിച്ച വാക്കുകൾ, തനിച്ചായ നിമിഷങ്ങൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ, മനസ്സു കീഴടക്കിയ സ്നേഹം എല്ലാം പാഠങ്ങളാണ്. പഠിക്കാനും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാനുമുള്ള പാഠങ്ങൾ. സത്യം അറിയാതെ ആർക്കു വേണമെങ്കിലും ആരെയും കുറ്റപ്പെടുത്താം. ഒടുവിൽ ധരിച്ചു വെച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വിലപ്പെട്ട ബന്ധങ്ങൾ പലതും നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടാകും. അധികകാലം കൂടെ കാണണം എന്നില്ല. കാലം മുന്നോട്ട് സഞ്ചരിക്കും തോറും ശരീരം മാറിത്തുടങ്ങും. അന്നും ഇന്നും മാറാതെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സ് മാത്രമാണ്. നമ്മളുടെ മനസ്സ് നോക്കി സ്നേഹിച്ചവർ മാത്രമേ എന്നും കൂടെ കാണൂ എന്നതാണ് സത്യം. നമ്മുടെ മാത്രം ജീവിതമെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നല്ലോ എന്ന് സമാധാനിക്കുന്നിടത്താണ് ജീവിതം കൂടുതൽ സന്തോഷകരമാകുന്നത്. അറിയാതെ പോലും അപരൻ്റെ വീഴ്ചയിൽ ആനന്ദിക്കരുത്. എന്തെന്നാൽ വീഴാൻ പറ്റാത്ത ഉറപ്പൊന്നും നമ്മുടെ പാദങ്ങൾക്കും ജീവിതത്തിനും ഇല്ല. മനസ്സറിയാത്ത 100 ചങ്ങാതികളേക്കാൾ നല്ലതാണ് മനസ്സറിയുന്ന ഒരു ചങ്ങാതി കൂടെ ഉണ്ടാകുന്നത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വില അറിയണമെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയ നൊമ്പരങ്ങളുടെ ഭാരം നമ്മളൊന്ന് ചുമന്ന് നോക്കണം.
നിറം മാറിയ ഇലകളെ മരങ്ങൾ പോലും ഉപേക്ഷിക്കുന്നു. പിന്നെ എന്തിനാ നിറം മങ്ങിയ ബന്ധങ്ങളെ തേടി അലയുന്നത്? എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യമാവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, ക്ഷമ ചോദിച്ചാൽ, ക്ഷമിക്കാൻ തയ്യാറായാൽ മനോഹരമാക്കുന്ന എത്രയെത്ര ബന്ധങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അഭിനയിക്കാൻ അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ. വീഴ്ചയെപ്പറ്റി ഓർത്തിരുന്നുവെങ്കിൽ ഇന്നോളം ഒരു പക്ഷിയും വാനം മുട്ടെ പറക്കില്ലായിരുന്നു. ലക്ഷ്യത്തിലെത്താൻ നമുക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും ഭയക്കേണ്ടതില്ല. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയൂ. സത്യമാകുന്നതുവരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. എല്ലാവരും പറയും ഞാനുണ്ടാകും കൂടെയെന്ന്. പക്ഷേ ജീവിതം പഠിപ്പിക്കും, ആരും ഉണ്ടാകില്ല. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകൂ. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ധരിക്കരുത്. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. മരണത്തേക്കാൾ വലിയ വേദന വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴല്ല, വേണ്ടപ്പെട്ടവർ ചതിക്കുമ്പോഴാണ്. ഏത് സങ്കടത്തിൽ നിന്നും കരകയറാനുള്ള ഒരേയൊരു വഴി നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക എന്നത് തന്നെയാണ്. സ്നേഹമാണ് എല്ലാ രോഗത്തിനുമുള്ള മരുന്ന്. ആ സ്നേഹം വ്യാജമായാൽ അതിനേക്കാൾ മാരകവിഷം വേറെ ഒന്നുമില്ല. നിങ്ങളെ വേണ്ടാത്ത മനുഷ്യരെ നിങ്ങൾക്ക് ഇത്രയും സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ വേണ്ട മനുഷ്യരെ നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ പകുതി പ്രശ്നം തീരും. വാക്കുകൊണ്ട് സ്നേഹിക്കുകയും മനസ്സുകൊണ്ട് വഞ്ചിക്കുകയും ചെയ്യുന്ന ജീവിയാണ് മനുഷ്യൻ. പരമാവധി തിരക്കിലാവാൻ നോക്കുക, ഇല്ലെങ്കിൽ പലതും ഓർത്ത് നമ്മൾ ഇല്ലാതാകും. ബന്ധങ്ങൾ രണ്ട് തരമാണുള്ളത്. ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അനുഗ്രഹമായിട്ടാവും, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. നീ ആഗ്രഹിച്ചത് ലഭിച്ചാൽ താഴ്മയുള്ളവനാകുക. നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ ക്ഷമയുള്ളവനാകുക. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്.